നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എവിടേക്ക്? കുറെ നാളായില്ലേ സ്വാമിനി ദീജ ജ്യോതിർഗമയ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടോ? എൻ്റെ ഈ ഹെയർ സ്റ്റൈല് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും ഞാൻ എൻ്റെ കാതിൽ കമ്മലിടാത്തത് കൊണ്ടും ആണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിക്കാം. അതേ ഇത് ഞാൻ അമ്മച്ചിയുടെ ഒത്തിരി പുളിയും അതും എനിക്ക് എടുത്ത് വെക്കണം, എനിക്കൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. നമുക്ക് പടി കിടന്ന് അപ്പുറം പോകാൻ പറ്റാത്ത സ്വാതന്ത്ര്യമാണ്, അറിയാല്ലേ? അപ്പൊ അമ്മച്ചിതേ ഇങ്ങനെ എടുത്ത് വെച്ചോളൂ. 100 ഗ്രാം പുളിയും ഉപ്പും മുളക് പൊടിയും. ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കാണിക്കാം. ഇത് എനിക്കിങ്ങനെ വായു വെള്ളം വരും. എൻ്റെ വീട്ടില്, എൻ്റെ സ്വന്തം വീട്ടില്, ഇപ്പോഴുള്ള വീടല്ല, ഞാൻ ജനിച്ചു വളർന്ന വീട്, മുത്താന AKM UPSലുള്ള എൻ്റെ വീട്. നമ്മൾ കൊടുത്തതാണ് അവിടെ. അപ്പൊ അവിടെ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് പിന്നെ അവിടെ വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുത്തിട്ടാണ് ഇപ്പൊ താമസിച്ചിരുന്ന വീട്. ആ വീടും ഇല്ല ഇപ്പോ, അതും കൊടുത്തു. അപ്പൊ വീട് താമസത്തിന് എനിക്ക് പറ്റുന്നതൊന്നും അല്ലായിരുന്നു, അതുകൊണ്ടാണ് കൊടുത്തത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, പിന്നെ അവിടെ പുളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ ജനിച്ചു വളർന്ന വീട്ടില് നിറയെ പുളി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ ഒരു വലിയ പ്രായമാവുന്ന വരെ പുളിയൊന്നും ഇല്ലായിരുന്നു. അമ്മാച്ചി പുളി വാങ്ങിച്ചോണ്ടിരുന്നതാണ്. അമ്മാച്ചി ചന്തയിൽ പോയി വട്ടത്രാമലയിൽ വെച്ചിരിക്കുന്ന പുളി വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു എന്റെ കൊച്ചിയിലെ. പിന്നെ എന്റെ അമ്മച്ചി പിന്നെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരാളിന്റെ 10 കിലോ പുളി, അന്നത്തെ കാലത്തൊക്കെ 10 കിലോ പുളി വീതമാണ് മേടിക്കുന്നത് അമ്മച്ചി. 10 കിലോ പുളി വീതം മേടിക്കണം. പുളിയും മുളകുമാണ് ഞങ്ങളുടെ ആഹാരത്തിന് പ്രധാനം, പുളിയും മുളകും. അപ്പൊ ഉണ്ടല്ലോ, പുളിയും മുളകും ഇഷ്ടം. അപ്പൊ നമുക്ക് താമസമല്ലാത്തത് കൊണ്ട് നമുക്ക് പുളിയൊന്നും ഇല്ല. അപ്പൊ നമുക്ക് നമ്മൾ പുളി ചമ്മന്തിക്കൊക്കെ പുളി മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമ്മള് വിപുലമായിട്ട് പുളി പിന്നെ വേടിച്ച് തോളോടെ വേടിച്ച് വൃത്തിയാക്കിയത് ഇതുപോലെ വൃത്തിയാക്കി എടുത്ത് തന്നെ അമ്മച്ചിയുടെ അടുത്ത് എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി എടുത്ത് തന്നെ ഒരു കുഴക്കട്ട വലുപ്പത്തിലെ പുളി എടുത്ത് തരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയതാണ്. അന്നപ്പോ അമ്മച്ചി കണ്ട കുഴക്കട്ട വലുപ്പത്തിലെ പുളിക്ക് അമ്മച്ചി എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കുഴി പോലും ഇല്ലാതെ വളരെ ഭംഗിയാക്കി. ഈത്തപ്പഴം, ഇന്ത്യൻ ഈത്തപ്പഴം എന്നാണ് പറഞ്ഞത്, ഈത്തപ്പഴം പോലെ. അപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ നമ്മളെ വീട്ടിലെ പുളി ഉണ്ടല്ലേ, നമ്മളെ വീട്ടിലെ പുളി ആകുമ്പോ എനിക്ക് അതിനകത്ത് തേൻ വരുമായിരുന്നു. നമ്മളെ ഒരു പുളി തേൻ പുളിയാണ് നമ്മളെ ഒരു പുളി. അയ്യോ, എനിക്ക് കൊതി വരുന്നിട്ട് വയ്യ. ഞാൻ ഇപ്പൊ ഇത് തിന്ന് കാണിക്കാം നിങ്ങളെ. അപ്പൊ ഞാൻ പറയാം, എനിക്ക് ഇത് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പിന്നെ ഞങ്ങൾ പുളിയപ്പോൾ എടുത്ത് കൊടുക്കുകയാണ്. നല്ല വൃത്തിയാക്കി ഒരുപാട് സ്ഥലങ്ങളിലേക്ക്. നമ്മുടെ വീട്ടിലെ രുചി ഉണ്ടല്ലേ, അവരൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനെ ഉപ്പിൽ മുക്കി അയ്യടന്നെ എങ്ങനെ മുക്കി ഇനി മുളക് പൊടി ഒരു നുള്ളു മുളക് പൊടി എന്നാണ് പറഞ്ഞ അമ്മച്ചിയോട്. അമ്മച്ചിതേ അന്നുണ്ട ഉപ്പ് മുളക് ചക്കല ഉപ്പ് മുളക്. രുചി മുകളങ്ങളെ കോൾമയിൽ കൊള്ളിച്ച് പോടും സത്യം. ഈ പുളിയെന്ന് പറഞ്ഞാൽ ഉപ്പിട്ട പുളിയാണേ, ഉണക്കി മധുരാക്കിയിട്ടേക്കും. ഇന്ത്യയിൽ എല്ലാത്തേക്കും ആയിട്ട് നോക്കും. ആ തോന്നൽ ഓർമ്മ തന്നെ തീർന്നിട്ടില്ല മക്കളെ. തോടൻ പുളി എന്നിട്ട് നമ്മളെ വീടിന്റെ അപ്പുറത്ത് ഒരു വീടുണ്ടായിരുന്നു, ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ആ അമ്മേരെ ചെല്ലമ്മേമ്മ തേമ്പുളിയാണ് വീഴുന്നത്. ഓ സ്വർഗം മാറ്റാം, സ്വർഗം. തീർന്നില്ല, തീർക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിപ്പോ ഈ പുളിയും തിന്നും. ഈ പുളിയും കൂടെ തിന്നിട്ട് കാണിച്ചുതരാം. ഞാൻ നല്ല ഈ നാരുണ്ടല്ലേ, ഇതിന്റെ നാര് ഞാൻ ഇതാക്കും, അങ്ങനെ നക്കും. ഇവിടെ ഇതിലൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോയിലെ ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റ് ആൻസർ പറയുമെങ്കിൽ, കറക്റ്റ് ആൻസർ പറയുന്ന ആളിന് 1000 രൂപയുടെ നൈമിത്ര പ്രോഡക്റ്റ് അയച്ചിരിക്കും. നമ്മുടെ ഈ പുളി ഉൾപ്പെടെ 1000 രൂപയുടെ കറക്റ്റ് ഉത്തരം പറയണം കേട്ടാ. ഞാൻ പിന്നെ പോയനെ. വീട്ടിലെ രുചി ഇട്ട വീഡിയോകൾ കണ്ടോ, വീട്ടിലെ രുചി എല്ലാ പ്രോഡക്റ്റും, നമ്മുടെ പ്രോഡക്റ്റുകളെ പോലെ ഉള്ള പ്രോഡക്റ്റും അല്ലാത്ത എല്ലാ പ്രോഡക്റ്റും ഉണ്ട് അവർക്ക്. ഒരു പുളിയെ നമ്മുടെ പുളി ഇത് തീരച്ച് ഇങ്ങനെ അയച്ചാന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോ എടുത്തു, നല്ലതായിരുന്നു, വീഡിയോ നല്ലതായിരുന്നു, ഓർഡർ വന്നായിരുന്നു പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ ഇതാ ഈ പുളി മുളകിലൂക്കി പുളിയിലൂക്കി. തേമ്പുളിയാണ് തൊടുത്ത്, പക്ഷെ പുളിപ്പുള്ള പുളി എന്ന് വെച്ചാൽ ഭയങ്കര തേനല്ല. നമ്മുടെ വീട്ടിൽ പുളി തേമ്പുളിയായിരുന്നു, അപ്പുറത്തെ വീട്ടിലെ തേമ്പുളിയാണ്. നേരത്തെ ഇങ്ങോട്ട് മാറ്റാമേ.
ഞാൻ എന്തെങ്കിലും പറയാൻ ഉത്തരം വീഡിയോ കൊണ്ടിരിക്കുകയും ഞാൻ ചോദ്യം ചോദിക്കാം. ഈ വർഷം നമ്മൾ തോടൻപുളി എത്ര കിലോ എടുത്താണ് ഇന്ന് വരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് വരെ എത്ര കിലോ തോടൻപുളി എടുത്തിട്ടുണ്ടാവും എന്ന് കറക്റ്റ് എഴുതണം. 5 കിലോ 10 കിലോ 3 കിലോ 4 കിലോ എന്നൊന്നും എഴുതരുത്. 10 കിലോയ്ക്ക് മുകളിലോട്ടും അത് ഞാൻ പറയില്ല. അടുത്ത പറഞ്ഞാൽ നിങ്ങൾ പറയും കറക്റ്റ് ഉത്തരം പറയണം. കറക്റ്റ് ഉത്തരം പറയണം. അങ്ങനെ പറയാം. 120 150 കിലോയ്ക്ക് താഴോട്ട് ഓരോ പ്രാവശ്യം എടുക്കുന്നതാണ്. ടോട്ടൽ ചെയ്ത് മൊത്തവും എത്ര കിലോ പുളി ഉണ്ടാവും. നമ്മൾ 60 കിലോ 70 കിലോ 50 കിലോ അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. നമ്മൾ ഒരുപാട് പുളി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് പുളി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് വേണം. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ പുളി വേണം. എൻ്റെ വായിലുണ്ട് പുളിയൊന്ന് നാക്കണം. ഞാൻ ഇത്ര നേരം പുളി കുത്തായിരുന്നു. ഇന്നലെ കുളിക്കാൻ പോയാൽ കുളിച്ചിട്ട് വന്നിട്ട് തല കുളിച്ചില്ലായിരുന്നു. അതാണ് മുടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. സീരിയസ് കാര്യത്തിനിടയ്ക്കാണ് ആ മുടിക്കഥ അല്ലേ. അപ്പോൾ പുളിക്കഥ കേട്ടല്ലോ. പുളിക്ക് ഓർഡർ ചെയ്ത നമ്പർ കൊടുത്തേക്കാം. മത്സരത്തിൽ പങ്കെടുക്കാം. നമ്മൾ എത്ര കിലോ പുളി ഇതുവരെ എടുത്തിട്ടുണ്ടെന്ന് 150 കിലോ 200 കിലോ 300 കിലോ 500 കിലോ 1000 കിലോ 250 കിലോ 300 കിലോ 75 കിലോ 90 കിലോ അങ്ങനെ ഒക്കെ പറയാം കേട്ടാ. അങ്ങനെ എല്ലാം പറയാം. പിന്നെ ഇന്ന് സൺഡേ ആയിട്ട് ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിയും ഇത് നമ്മുടെ ബീഫ് ഇടിയിറച്ചി 100 ഗ്രാമിന്റെ പാക്കറ്റ്. ഇത് നമ്മുടെ ഓഫറാണ് ഇന്നത്തെ മാത്രം. നാളെ ഒന്നും ചോദിക്കരുത്. ഇന്ന് ഓഫറാണ്. ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇന്നത്തെ ഓഫറാണ് ഈ ചമ്മന്തിപ്പൊടി അല്ല 250 ഗ്രാം ചമ്മന്തിപ്പൊടിയും 100 ഗ്രാം ഇടിയിറച്ചിയും. ഈ 100 ഗ്രാം ഇടിയിറച്ചി ഒരു ഫാമിലിക്ക് ഒരു ഫാമിലി അല്ല 2 പേരടങ്ങുന്ന ആൾക്കാർക്ക് ഒരു 1-2 ആഴ്ച എടുക്കാം. കാരണം ഒരു സ്പൂണ് 2 സ്പൂണൊക്കെ ഇട്ട് സവാളയും ചെറിയുള്ളിയും കൂടെ സവാളയും തക്കാളിയും കൂടെ വഴറ്റി ചെയ്തിട്ട് ചോറ് ചപ്പാത്തി എല്ലാത്തിനും കഴിയും. ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു സ്പൂണ് മതി, ഒരു തൈര് മതി ഇത് ചോറ് കഴിക്കാനായാലും ചപ്പാത്തിക്കാണെങ്കിലും ഇത് സൂപ്പറാണ്. കുറച്ച് എരിവുള്ളതാണ്. എരിവൊക്കെ ഉണ്ട്, എരിവില്ലാത്തതൊന്നുമല്ല. ചമ്മന്തിപ്പൊടി അതേപോലെ തന്നെ 2 ആഴ്ച കൂടുതൽ നമ്മൾ വാരി വലിച്ചല്ലോ ചമ്മന്തിപ്പൊടി എന്ന് കഴിക്കുന്നത്. എടുക്കാം. അപ്പോൾ 250 ചമ്മന്തിപ്പൊടിയും ഈ ഇടിയിറച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ. വീക്കെൻഡ് ഓഫർ ഉണ്ടായിരുന്നു. ശനി ഞായറും 5 ഐറ്റംസ് അടങ്ങുന്നത്. സ്നാക്സ് ഐറ്റംസ് 5 ഐറ്റംസ് തന്നെ. 5 ഐറ്റംസ് എന്ന് പറയുന്നത് മുറുക്ക് കാണിക്കാം. അവിടെ ഇരിപ്പുണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. മുറുക്ക്, അച്ചപ്പം, പിന്നെന്താണ് എള്ളുണ്ട, മുറുക്ക്, അച്ചപ്പം, എള്ളുണ്ട, അരിയുണ്ട, അയ്യോ ഒന്നുകൂടെ ഉണ്ടല്ലോ കപ്പലണ്ടി, ഈ മറ്റേ സ്വീറ്റ് പീനട്ട്. നമ്മൾ ഒരു റെസിപ്പി ഉണ്ടാക്കിയതാണ് സ്വീറ്റ് പീനട്ട്. അങ്ങനെ കടിക്കുമ്പോൾ ഡ്രൈ ഇങ്ങനെ കട്ടിയല്ല, ഇങ്ങനെ കഴിക്കാം. നമുക്കൊന്ന് കഴിക്കാം. അങ്ങനത്തെ രീതിയിലുള്ളത്. ഞാനിപ്പോൾ ചായയോടെ പൊഴിച്ചതേ ഉള്ളായിരുന്നു. അത് എടുത്ത് കാണിക്കാൻ ഒക്കെ പറയാം. പിന്നെ പുളി ഇന്ത്യയിൽ എല്ലായിടത്തേക്കും പുളി വായിക്കും. അപ്പോൾ ധൈര്യമായി ഓർഡർ തരിക. കണ്ടോ നല്ല പുളി, തോരൻപുളി, ഉണ്ടപ്പുളി അല്ല നല്ല അടിപൊളി പുളിയാണ് കേട്ടോ. അടിപൊളി. ഞാൻ ഇത് ഉടച്ചേണ്ട തോടാണ് കേട്ടോ. അപ്പോൾ കാണാം. നമ്പർ കൊടുത്തേക്കാം. ഒന്നുകൂടെ പറയാം. 79 02 37 87 35. മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. കടയില്ല. ഇപ്പോൾ ഞങ്ങൾ നിലമേൽ MC റോഡിൽ കിളിമാനൂര് SN ഹൈപ്പർ മാർക്കറ്റിൽ ചേർന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഈ വീടിൻ്റെ കഴിഞ്ഞു. ഹൗസ് ഓണർ മാറി കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് താമസത്തിന് വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അവർക്ക് സമയം ചോദിച്ചു. കാരണം നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വാടക വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവർക്ക് പക്ഷേ നമ്മളത് മാനിക്കണം. ഹൗസ് ഓണറുടെ ഇത് മാനിക്കണം. അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ വേറെ വീട് നോക്കുകയാണ്. മാറും. നിലമേലിലും കിളിമാനിലും മധ്യം നമ്മളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ ഉണ്ടാവട്ടെ. ടാറ്റാ. വലിയ വീഡിയോ ആണ്. ഞാൻ കട്ട് ചെയ്തിടാൻ പറ്റിയ കട്ട് ചെയ്തിടും. ഇല്ലെങ്കിൽ പുളി വേണമെന്നുള്ളവർ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കാണണേ സമയം കണ്ടെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ.